നമസ്കാരം. പുതിയ UDF സർക്കാരിന്റെ നയപ്രഖ്യാപനത്തിന് പിന്നാലെ കേരളം കാത്തിരുന്ന സുപ്രധാന ദിനം എത്തിക്കഴിഞ്ഞു. ഇടതുപക്ഷത്തെ തകർത്തെറിഞ്ഞ് അധികാരത്തിലെത്തിയ UDF സർക്കാരിന്റെ ദിശാസൂചകമായ ബജറ്റ് ഇന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ അവതരിപ്പിക്കും. വി ഡി സതീശന്റെ കന്നി ബജറ്റാണ് സഭയിൽ അവതരിപ്പിക്കപ്പെടാൻ പോകുന്നത്. ധനകാര്യ വകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി രാവിലെ 9 മണിക്കാണ് ബജറ്റ് അവതരണം ആരംഭിക്കുക. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേറിയ UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് എന്ന നിലയിലും കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ എങ്ങനെ സമന്വയിപ്പിക്കും എന്നതിനാലും ഏറെ ആകാംക്ഷയോടെയാണ് കേരളക്കര ഈ ബജറ്റിനെ ഉറ്റുനോക്കുന്നത്. ഇതോടെ കേരളത്തിന്റെ ചരിത്രത്തിൽ മുഖ്യമന്ത്രി പദത്തിലിരുന്ന് ബജറ്റ് അവതരിപ്പിക്കുന്ന അപൂർവ നേതാക്കളുടെ പട്ടികയിലേക്ക് വി ഡി സതീശനും തന്റെ പേര് കൂട്ടിച്ചേർക്കുകയാണ്. ആർ ശങ്കർ, ഉമ്മൻചാണ്ടി എന്നിവർക്കു ശേഷം ധനവകുപ്പ് കൈകാര്യം ചെയ്ത് ബജറ്റ് അവതരിപ്പിക്കുന്ന 4ാമത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി കൂടിയാണ് അദ്ദേഹം. സംസ്ഥാനത്തെ ഒരു ആഗോള തുറമുഖ വാണിജ്യ ഹബ്ബാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയുള്ള മിഷൻ സമുദ്ര ഉൾപ്പെടെയുള്ള വമ്പൻ വികസന പദ്ധതികളുടെ പ്രഖ്യാപനം ഇന്നത്തെ ബജറ്റിൽ ഉണ്ടായേക്കുമെന്നാണ് സൂചന. കേരളത്തിന്റെ നീണ്ട തീരദേശത്തെയും തുറമുഖങ്ങളെയും പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ബ്ലൂ ഇക്കോണമി മാസ്റ്റർ പ്ലാൻ ആകും ഇത്. കൂടാതെ തെരഞ്ഞെടുപ്പ് കാലത്ത് UDF മുന്നോട്ട് വെച്ച ജനപ്രിയ വാഗ്ദാനങ്ങളായ ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതികൾക്കും ബജറ്റിൽ പണം വകയിരുത്തും. കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് പ്രതിമാസം 1000 രൂപ വീതം നൽകുന്ന സ്കോളർഷിപ്പ് പദ്ധതി ഈ അധ്യയന വർഷം തന്നെ നടപ്പിലാക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. ഇതിനായുള്ള കൃത്യമായ റോഡ് മാപ്പ് ബജറ്റിലുണ്ടാകും. കാരുണ്യ പദ്ധതിക്ക് പകരമായി വിഭാവനം ചെയ്യുന്ന ഉമ്മൻചാണ്ടി ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതി, യുവാക്കൾക്കുള്ള പലിശരഹിത വായ്പകൾ, സാമൂഹിക ക്ഷേമ പെൻഷൻ വർധനവ് എന്നിവയെക്കുറിച്ചുള്ള നിർണായക പ്രഖ്യാപനങ്ങളും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കേരളത്തിന്റെ പൊതുകടം 5 ലക്ഷം കോടി കടന്നു നിൽക്കുന്ന അതീവ ഗുരുതരമായ സാമ്പത്തിക സാഹചര്യത്തിലാണ് വി ഡി സതീശൻ ഈ ബജറ്റ് അവതരിപ്പിക്കുന്നത്. സർക്കാർ പുറത്തുവിട്ട ധനകാര്യ വകുപ്പ് ധവളപത്രം സംസ്ഥാനത്തിന്റെ ദയനീയമായ സാമ്പത്തികാവസ്ഥ വ്യക്തമാക്കുന്നതായിരുന്നു. മുൻ സർക്കാർ ജനുവരിയിൽ അവതരിപ്പിച്ച ബജറ്റിലെ വരുമാന കണക്കുകളും യഥാർത്ഥ വരുമാനവും തമ്മിൽ വലിയ അന്തരമുണ്ടെന്നാണ് പുതിയ സർക്കാരിന്റെ വാദം. കേന്ദ്രവിഹിതത്തിൽ വന്ന വൻ കുറവും ഖജനാവിനെ ബാധിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ക്ഷേമ പദ്ധതികൾക്ക് പണം കണ്ടെത്താനും ഖജനാവ് നിറയ്ക്കാനുമായി കടുത്ത വരുമാന സമാഹരണ നടപടികളിലേക്ക് സർക്കാരിന് കടക്കേണ്ടി വരും. നികുതി പിരിവ് ഊർജിതമാക്കൽ, ധൂർത്ത് ഒഴിവാക്കൽ, തനത് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള പുതിയ മാർഗങ്ങൾ എന്നിവ ബജറ്റിൽ നിർദ്ദേശിച്ചേക്കും. കിഫ്ബിയുടെ ഘടനയിൽ വരുത്തേണ്ട മാറ്റങ്ങളും ബജറ്റിൽ പ്രതിഫലിക്കും. ധനപ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിന് ഖജനാവിൽ പണം നിറയ്ക്കാനുള്ള നടപടികളും ബജറ്റിലുണ്ടാവും. മദ്യവില വർധന, മദ്യത്തിന് പ്രത്യേക സെസ്, ഭൂമിയുടെ ന്യായവില വർദ്ധിപ്പിക്കൽ തുടങ്ങിയ നിർദ്ദേശങ്ങൾ വരുമാന വർധനയ്ക്ക് സർക്കാർ പരിഗണനയിലുണ്ടെന്നാണ് വിവരം. വെറുമൊരു ഭരണാധികാരിയായല്ല, മറിച്ച് തനിക്ക് നേരെ ഉയർന്ന രാഷ്ട്രീയ വെല്ലുവിളികളെയും തഴയലുകളെയും ജനപിന്തുണയുടെ കരുത്തിൽ മറികടന്ന് ധനവകുപ്പിന്റെ ചെങ്കോലും കൈകളിലേന്തിയാണ് സതീശൻ ഇന്ന് ജനങ്ങളിലേക്ക് ബജറ്റുമായി എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന്റെ ഭരണപരാജയങ്ങളിൽ വലഞ്ഞ ജനങ്ങൾക്ക് ആശ്വാസമേകുന്ന പ്രഖ്യാപനങ്ങളാണ് ജനം പ്രതീക്ഷിക്കുന്നത്. 2014 UDF സർക്കാരിന്റെ കാലത്ത് കേരളം മുഴുവൻ ധനമന്ത്രി സ്ഥാനത്തേക്ക് ഉറപ്പിച്ച് പ്രതീക്ഷിച്ചിരുന്ന ഒരേയൊരു പേരായിരുന്നു വി ഡി സതീശന്റേത്. 2006-11 കാലത്ത് VS അച്യുതാനന്ദൻ സർക്കാരിന്റെ ലോട്ടറി അഴിമതി അടക്കമുള്ള ജനവിരുദ്ധ നയങ്ങൾ സഭയ്ക്കകത്തും പുറത്തും തുറന്നു കാട്ടിയത് വി ഡി സതീശനായിരുന്നു. ലോട്ടറി മാഫിയക്കെതിരെയും അഴിമതികൾക്കെതിരെയും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്ത അദ്ദേഹത്തിന്റെ പോരാട്ട വീര്യത്തിലാണ് അന്ന് UDF അധികാരത്തിൽ തിരിച്ചെത്തിയത്. എന്നാൽ അന്ന് മുന്നണിയിലെയും പാർട്ടിയിലെയും ചില സങ്കീർണമായ സാമുദായിക രാഷ്ട്രീയ സമവാക്യങ്ങൾക്കിടയിൽ സതീശന് മന്ത്രിസഭയിൽ ഇടം പോലും നൽകാതെ ചിലർ വെട്ടിനിരത്തുകയായിരുന്നു. എന്നാൽ കാലം അത്രമേൽ മനോഹരമായൊരു തിരിച്ചുവരവാണ് സതീശനായി കാത്തുവെച്ചത്. 2021 കനത്ത തോൽവിയോടെ കോൺഗ്രസ് തകർന്നടിഞ്ഞപ്പോൾ പാർട്ടി അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവായി ചുമതലപ്പെടുത്തി. ഈ ഒരു തീരുമാനം കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഭാഗതയും തന്നെ മാറ്റിമറിച്ചു. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ സതീശൻ നയിച്ച സമാനതകളില്ലാത്ത പോരാട്ടങ്ങളൊടുവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് 102 സീറ്റുകളുടെ വമ്പൻ ഭൂരിപക്ഷത്തോടുള്ള ഭരണ തുടർച്ചയാണ് സമ്മാനിച്ചത്. അന്ന് ധനമന്ത്രി സ്ഥാനത്ത് നിന്ന് തഴയപ്പെട്ട സതീശൻ ഇന്ന് മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് ധനവകുപ്പും സ്വന്തം കൈകളിൽ നിലനിർത്തി ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ചരിത്രത്തിന്റെ കാവ്യനീതിയാവുകയാണ്.